പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർത്തും ഇന്നത്തെ ശുശ്രൂഷകളെ ഓർത്തും ഈ ഒരു സാഹചര്യത്തിൽ ഈ ശുശ്രൂഷ എല്ലാം ക്രമീകരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്തും കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാംസണച്ചനും ബെന്നിറ്റമ്മയും ഇവിടെയുള്ള മറ്റ് വൈദികരും ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം ഒരേ നിർബന്ധം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ ഒരു ദിവസം അനുവദിച്ച് തന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും നന്ദിയോടെ കർത്താവിന് സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം പല രാജ്യങ്ങളിൽ വെച്ചും പല സ്ഥലങ്ങളിൽ വെച്ചും പല കൺവെൻഷൻസ് ഗ്രൗണ്ടിലൊക്കെ വെച്ച് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ തുടിപ്പ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബിനോയച്ചനും അതുപോലെ സോജിയച്ചനും സാംസണച്ചനും എല്ലാം അഭിഷേകാഗ്നി ശുശ്രൂഷകൾ ഒരു കുറവും കൂടാതെ നടത്തിക്കൊണ്ട് വരുന്നതിനോർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാണ് കൃപ വർഷിക്കുന്നത്. 145 സങ്കീർത്തനത്തിലെ 16 തിരുലിഖിതം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ, ബിനോയച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സോജിയച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സാംസണച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഓരോ ശുശ്രൂഷകരെയും കർത്താവ് കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം അവിടുത്തെ അനന്തമായ കരുണ അഭിഷേകാഗ്നിയുടെ സമയത്ത് ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കുകയാണ്. കർത്താവാണ് കരം തുറന്നു കൊടുക്കുന്നത്. ശുശ്രൂഷകർ ഇവിടെ പലരും നിന്നാലും, അത് ഞാനായിക്കോട്ടെ അപ്പോൾ ആര് നിന്നാലും കർത്താവാണ് കരം തുറക്കുന്നത്. സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അഭിഷേകാഗ്നി ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ മനുഷ്യർക്ക് അസാധ്യമായ മേഖലകളിൽ വളരെ പ്രകടമായ അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഉത്തരം കൊടുത്ത് അത്ഭുതങ്ങൾ ചെയ്ത് ദൈവമക്കളെ കൈപിടിച്ച് നടത്തുന്ന നിരവധി അത്ഭുതങ്ങൾ അവർ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആദ്യ വെള്ളിയാഴ്ച ഒരു കുടുംബം വന്ന് സാക്ഷ്യപ്പെടുത്തിയ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ മോൾക്ക് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. 2016 ഞങ്ങളിവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടി തിരിച്ചു പോയതിന് ശേഷമാണ് നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ വർഷത്തെ പരീക്ഷയിൽ തന്നെ എല്ലാ വിഷയവും, ഒരു വിഷയം പോലും കിട്ടിയില്ല, എല്ലാ വിഷയവും പോയി. കുഞ്ഞിന് വളരെ സങ്കടമായി. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മൾ എന്തായാലും ദൈവം അറിഞ്ഞുകൊണ്ടാണ് അവിടെ വരെ എത്തിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ബലം, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേഹം മൊത്തം ചൊറിച്ചിൽ വന്നിട്ട് ഈ മുഖം പുറത്ത് കാണുന്ന ഭാഗമല്ലാത്ത ഭാഗങ്ങളെല്ലാം ചൊറിച്ചിൽ വന്നിട്ട് ചൊറിഞ്ഞ് പാറപ്പുറത്ത് നമ്മൾ ചിരട്ടയിട്ട് ഉരസുന്ന പോലത്തെ ശബ്ദമാണ്. മേലെ ആ സകലം ചൊറിഞ്ഞുണ്ട്. രാത്രിയും പകലും ഒരുപോലെ ഉറക്കമില്ലാതെ കുഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു പ്രത്യേക അലർജി, ഒരു പ്രത്യേക ശരീരത്തിൽ ഒരു പ്രത്യേക റിയാക്ഷൻ വന്ന് മൊത്തം ഇങ്ങനെ അലർജിയാണ്, ചൊറിച്ചിലാണ്. ഡോക്ടറെ കൊണ്ട് കാണിച്ച്, സ്കിന്നിൻ്റെ 2-3 നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ച് അവർ കൊടുത്ത മരുന്നൊന്നും കഴിച്ചിട്ടൊന്നും കുഞ്ഞിന് കുറവാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇനിയും പഠിക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി വിഷമത്തോ. ഞാൻ പറഞ്ഞു, അങ്ങനെ വിഷമിക്കാതെ. ഞാനപ്പോൾ യൂട്യൂബിലും അഭിഷേകാഗ്നി എടുത്ത് പ്രാർത്ഥിക്കും. ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നിയിലും ഞാൻ എടുത്ത് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, അട്ടപ്പാടിയിൽ പോയി ഞാൻ സാക്ഷ്യപ്പെടുത്താം, എൻ്റെ കുട്ടിയെ സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് നേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോഴായിരുന്നു, ഈ അവസാനത്തെ പരീക്ഷയുടെ സമയത്ത് കോവിഡിൻ്റെ ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും, നമ്മൾ അട്ടപ്പാടിയിൽ പോയി ഇത് സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യും, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരുന്ന് റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിനും സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. എല്ലാ വിഷയം ആദ്യത്തെ വർഷം തന്നെ പാസ്സായി. എല്ലാ വിഷയവും പാസ്സായി.
അപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ വരാനായിട്ട് സാധിച്ചില്ല. കോവിഡ് കാലഘട്ടമായിരുന്നുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് നീണ്ടു പോയി. ഈയിടെ ആണെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ള ഒരു പരീക്ഷ എഴുതി. ആ പരീക്ഷ പാസ്സായി. പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും ശരിയാകാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു കടം കിടക്കുവാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയി നമുക്കവിടെ സാക്ഷ്യപ്പെടുത്തണം, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രതിസന്ധി, തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഇന്ന് തന്നെ പോയേ പറ്റൂന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് ഇവിടെ വന്ന് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, നാമത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുകയാണ്. അച്ഛാ, എക്സാം പാസ്സായ അതേ സമയത്ത് തന്നെ ആ മകൾക്കുണ്ടായിരുന്ന ആ വലിയ പീഡ ആ മകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറി. അസുഖങ്ങളും മാറി. ആ പരീക്ഷ തോപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വന്ന പോലെ ഉണ്ട് അല്ലേ, അത് മാറി. പരീക്ഷ ജയിച്ചു, അസുഖം മാറി. അസുഖം മാറി. ദൈവമേ, ദൈവം നിന്റെ അത്ഭുതം. ഒത്തിരി കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം അങ്ങോട്ട് കേട്ടു. കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം അങ്ങോട്ട് കേട്ടു. നിനക്ക് സന്തോഷമാണോ? അല്ലേ, കണ്ണുനീരാണ് ശരി, സന്തോഷം കൊണ്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് അച്ഛാ. എൻ്റെ കൊച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കുട്ടിക്ക് ഒരു മൈക്ക് കൊടുത്തത് ശരിക്കും നീ കടന്നു പോകുന്ന ഭയങ്കര ഒരു പ്രതിസന്ധി അല്ലേ അല്ലേ എന്ന് പറഞ്ഞോ. സബ്ജക്റ്റുകളെല്ലാം ഫെയിലായപ്പോൾ തന്നെ ഇനി രണ്ടാമത് സപ്ലിമെൻ്ററി എക്സാം എഴുതണം. അതിനോടൊപ്പം തന്നെ ഈ സ്കിൻ ഇൻഫെക്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ, ഉറക്കമില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനോട് ആരോടും ഇത് പറയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇത്, അവിടെ ഒരു പ്രെയർ റൂമുണ്ട്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കരയും എന്നല്ലാതെ. അമ്മയോട് പറയും. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച വേറൊരു കാര്യം, ഈ 4 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ എല്ലാ എക്സാമിനും മുന്നേ യൂട്യൂബിൽ അഭിഷേകത്തിനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ എക്സാമിന് പോകുന്നത്. വചനം കേട്ട് പ്രാർത്ഥിച്ച് എക്സാമിന് പോകും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അട്ടപ്പാടി വരാമെന്ന് നേർച്ച നേർന്നു. ദൈവ പ്രാർത്ഥന കേട്ടു. ഈ വേദനയും മനപ്രയാസവും ടെൻഷനും ആ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യണം. ദൈവം ആ അതാണ് പറഞ്ഞത്, സങ്കീർത്തനം 50:15, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ആ വചനാണ് കുടുംബത്തിൽ അനർത്ഥമായത്. ഈ അമ്മ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ച്. നീയും പ്രാർത്ഥിച്ചിട്ടല്ലേ? നീ ഇപ്പോൾ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. എപ്പോഴും പറയും ഞാൻ പഠിക്കുന്നില്ല, ഞാൻ പോരുക, തിരിച്ചു പോരുക. ഞാൻ പറഞ്ഞു പോരണ്ട, എത്ര വന്നാലും ദൈവം അറിയാതെ അവിടെ എത്തുകയില്ല. അതുകൊണ്ട് ദൈവം ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോരാൻ ദൈവത്തിന് പറ്റും. നീ ധൈര്യമായിട്ട് അവിടെ നിൽക്ക് കുട്ടി. ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഉടനെ ചാടി പുറപ്പെടരുത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ആ ജോർദാൻ കടക്കണം. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വിനാശത്തിൻ്റെ ഒരു കാലം, ആ ഞെരുക്കം, ആ സമയത്ത് അവർ പ്രാർത്ഥന, എളിമ, കണ്ണുനീര്, കർത്താവിന് മുമ്പിൽ താണ് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം അവരെ കൈപിടിച്ചു. ആ അമ്മ വിശ്വാസം കൊണ്ട് ബലപ്പെടുത്തി. മകളെ, നീ ഉറച്ച്, ദൈവം അറിയാതെ ഇവിടെ എത്തിക്കില്ല. ദൈവം ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുമ്പോട്ട് കൊണ്ട് ദൈവത്തിന് പറ്റും. ദൈവം ഉറപ്പിച്ചു നിർത്തി. ആരും ഒരു വിധത്തിലും പറ്റില്ല, ഒരു വിധത്തിലും പറ്റില്ല, ഞാൻ പോരും എന്ന് പറഞ്ഞ് വിഷമിച്ച് അവശക്കൊളായി. പക്ഷേ ആ അമ്മ വിശ്വാസം ഉറപ്പിച്ച് നിർത്തി, പ്രാർത്ഥിച്ചു, അഭിഷേകത്തിന് കണ്ട് എളിമപ്പെട്ടു. ദൈവം കൈപിടിച്ചു ഉയർത്തി. എല്ലാവരും എഴുന്നേറ്റ് തന്നെ ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരും അടുത്തിരിക്കരുത്. ജീവിതത്തിൽ തളർന്നിരിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിനാശത്തിൽ അസ്തമിക്കരുത്, വിനാശത്തിൽ അസ്തമിച്ച് പോകരുത് എന്നുള്ളതാണ്. വിനാശത്തിൽ അസ്തമിക്കരുത്. നമ്മളെ കർത്താവ് അവിടെ എത്തിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം, ഉറക്കെ സ്തുതിക്കണം. വലിയ കൃപ ഇന്ന് കർത്താവ് വർഷിക്കും. അനേക രോഗികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അനേക കുടുംബങ്ങളുടെ കഠിനമായ ബന്ധനങ്ങളിൽ കർത്താവ് ഇടപെടും. അനേക തരത്തിലുള്ള വ്യക്തിപരമായ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണും. അന്ധകാരത്തിൽ സൂര്യനൊദിക്കും. മരണത്തിൻ്റെ നിഴലിലിരിക്കുന്നവർ പ്രകാശത്തിൻ്റെ താഴ്വരകളിലേക്ക് എടുത്തുയർത്തപ്പെടും. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഇപ്പോൾ അങ്ങനെ ശക്തി അയക്കണമേ, അങ്ങയുടെ കൃപ അയക്കണമേ, അങ്ങയുടെ ജീവൻ വർഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ ശക്തി, ഉന്നതമായ ശക്തി ഇപ്പോൾ ഈ പ്രിയ മക്കളുടെ മേൽ അവിടുന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി അയക്കണമേ,
പരിശുദ്ധാത്മാവേ അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ ആദിയിലെ പോ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ ആദിയിലെ പോ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ അത്ഭുതമൊഴുകും കൈകൾ ദാസരി നീട്ടണമേ അത്ഭുതമൊഴുകും കൈകൾ ദാസരി നീട്ടണമേ ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ നന്നായി കൈയടിച്ച് ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്താ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു അധിപതികളെ ശാസിക്കുന്നു എല്ലാ ദുഷ്പ്രഭുത്വങ്ങളെ ശാസിക്കുന്നു തിന്മയുടെ എല്ലാ തിന്മയുടെ ദുർഭരണത്തെ ശാസിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഉയർത്തിയിരിക്കുന്ന കോട്ടക്കൊത്തളങ്ങൾ ചിഹ്നമെന്നാകട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന 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 കൃപ നിറയട്ടെ കർത്താവേ അഭിഷേകം നിറയട്ടെ കർത്താവേ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ കുടുംബങ്ങളെ അവിടുന്ന് വീണ്ടും ഒരുമിപ്പിക്കണമേ കർത്താവേ തകർന്നുപോയ കുടുംബങ്ങൾ വീണ്ടും പണിതുയർത്തണമേ തകർന്നുപോയ ആത്മാക്കൾ വീണ്ടും ഉണർത്തണമേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വിഷയമാണ് വിനാശത്തിൽ അസ്തമിക്കരുത്. വിനാശത്തിൽ അസ്തമിക്കരുത്. വിനാശകാലം, വിനാശത്തിൻ്റെ നാളുകൾ, തകർച്ചയുടെയും കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും കാലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വിനാശത്തിൽ മനസ്സ് തളർന്ന് അസ്തമിച്ചു പോകരുത്. വിനാശകാലത്തിൽ എന്തു ചെയ്യണം? 57 സങ്കീർത്തനത്തിൽ 1-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം ഒരുമിച്ച് വായിക്കാം. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്, അനർത്ഥത്തിൻ്റെ കാലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സമയം ഉണ്ടാകും. അതുകൊണ്ടാണ് ചില സാധാരണ ആളുകൾ പറയുന്നത് അയാളുടെ സമയം നല്ലതല്ല, കഷ്ടകാലമാണ്, കഷ്ടകാലം മാറിയിട്ടില്ല എന്നൊക്കെ പറയണത് നാട്ടിൻപുറങ്ങളിൽ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം മാറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സമയം നല്ലതല്ല. അങ്ങനത്തെ ചില കാലങ്ങളും അങ്ങനത്തെ കാലഘട്ടങ്ങളും ചിലരുടെ ജീവിതത്തിലുണ്ടാകാം. അപ്പം ഇന്ന് സാക്ഷി പറഞ്ഞ ആ കുട്ടി തന്നെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നല്ലതായിരുന്നു, എന്നാൽ ഒരു നിശ്ചിത സമയം തൊട്ട് നിശ്ചിത സമയം വരെ ഒരു കുറച്ച് കാലം ഭയങ്കരമായ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല, മനുഷ്യന് സൊല്യൂഷൻ ഇല്ലാത്ത കാലഘട്ടം, മനുഷ്യന് സൊല്യൂഷൻ ഇല്ലാത്ത കാലഘട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിളിൽ അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ ഒരു പ്രബോധനം ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ 7 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ തരത്തിലുള്ള ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത വിനാശം വന്നുകൂടി. ആ സമയത്ത് ദാവീദ് രാജാവ് എന്താണ് ചെയ്തത്? നമുക്ക് നമ്മുടെ മുമ്പേ പോയവരുടെ ജീവിതങ്ങൾ നമുക്കൊരു പാഠമാണ്.
1 ദിനവൃത്താന്തം 21 അധ്യായം 7 തൊട്ട് 16 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുൾ ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖണ്ഡം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം. എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലിയർ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി സംഹാര ദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസിനായ ഓർനാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ് ഉയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിലെ ഒരു നിശ്ചിത കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് 1 ദിവസമാകാം, അത് 3 ദിവസമാകാം, 1 മാസമാകാം, 1 വർഷമാകാം, 3 വർഷമാകാം, 7 വർഷമാകാം, 11 വർഷമാകാം. അത് നിശ്ചിതൊരു കാലഘട്ടം പരാജയത്തിൻ്റെ അല്ലെങ്കിൽ തകർച്ചയുടെ, വിനാശത്തിൻ്റെ, അത് ആർക്കും നോക്കിയാലും എടുത്തു മാറ്റാൻ പറ്റിയ. രോഗം നോക്കുന്നു, എന്നാൽ ആ കുട്ടി പറഞ്ഞില്ലേ, രോഗം നോക്കുന്ന ആർക്കും രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, മരുന്ന് തരാൻ പറ്റുന്നില്ല. ഏത് മരുന്ന് കഴിച്ചാലും ഫലിക്കുന്നില്ല. അതങ്ങനെ ഇരിക്കുകയാണ്. പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥതയോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരോടും പറയാൻ പറ്റുന്നില്ല. വേദനയാണ്, കരച്ചിലാണ്, വലിയ തരത്തിലുള്ള മനോവിഷമമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില കഷ്ടതയുടെ കാലം, ചില ഞെരുക്കം ദാവീദിന്റെ ജീവിതം എന്താ, ഇങ്ങനത്തെ ഉള്ള ചിലതിൻ്റെ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യണത്, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്, അമ്മ നോക്കുന്നില്ല, അപ്പം നോക്കുന്നില്ല, അല്ലെങ്കിൽ അയൽക്കാർ കാരണമാണ്, അതുമില്ലെങ്കിൽ അവർ കാരണമാണ്, ഇവർ കാരണമാണ്, നമ്മുടെ പിടിവിട്ട് പോകും. നമ്മളെ പിടിവിട്ട് നമ്മൾ പലതും പറയും, പലതും ചിന്തിക്കും. എന്നാൽ കർത്താവിന് അനിഷ്ടകരമായ ചില തീരുമാനങ്ങൾ, ഒറ്റ തീരുമാനം മതി. എത്രയോ നീണ്ടു നിൽക്കുന്ന വിനാശങ്ങളാണ് കർത്താവോട് വെളിപ്പെടുത്തി കൊടുത്തത്. 3 മാസം അല്ല 3 വർഷത്തെ നിരന്തരമായ ശത്രുക്കളുടെ ആക്രമണം, നിന്റെ പലായനം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് നിന്റെ മേൽ വന്ന് വീഴും. ഒറ്റ തീരുമാനം, കർത്താവിൻ്റെ അനിഷ്ടകരമായ തീരുമാനം, അത് നമുക്ക് വിനാശത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരും. അത് വേറെ ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. എല്ലാവർക്കും സഹതപിക്കാൻ പറ്റും, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും, എന്നാൽ അവർക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. ദാവീദിൻ്റെ ഒരു തീരുമാനം അത് പാപകരമായ തീരുമാനമായിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആ തീരുമാനത്തിൽ എന്താണ് അതിൻ്റെ തെറ്റ് എന്ന് ദൈവമാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദാവീദിന് മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ തീരുമാനം വഴി ദാവീദിന് മാത്രമല്ല, ദാവീദിൻ്റെ കുടുംബം, ദാവീദിൻ്റെ കൂടെയുള്ള സൈനികർ, ദാവീദിൻ്റെ കൂടെയുള്ള ജനം, ആ ഒരു ദാവീദിനോട് ബന്ധപ്പെട്ട ആ ഒരു വലിയ സംവിധാനം മുഴുവനും കഷ്ടത്തിലായി, ക്ലേശത്തിലായി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ദാവീദ് ചെയ്തൊരു കാര്യം, അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 21 അധ്യായത്തിൽ 16 വാക്യത്തിൽ ലാസ്റ്റ് നമ്മൾ വായിച്ചു നിർത്തി എങ്ങനെയാ? ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് ചാരം പൂശി അവൻ സാഷ്ടാംഗം വീണു, നിലത്ത് വീണു. വായിച്ചു നോക്കിയേ, 1 21 അധ്യായം അതിൽ 16 തിരുലിഖിതത്തിൻ്റെ അവസാന ഭാഗം. അതിനു മുമ്പ് അവർ കണ്ടതെന്താ? ദൈവത്തിൻ്റെ പ്രഹരമേൽക്കുകയാണ് പട്ടണം, ദൈവത്തിൻ്റെ പ്രഹരമേൽക്കുകയാണ് രാജ്യം, ദൈവത്തിൻ്റെ പ്രഹരമേൽക്കുകയാണ് ജീവിതത്തിൽ. അപ്പോൾ വാൾ ഊരിപ്പിടിച്ച് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ജെറൂസലേമിനെതിരെ വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദൂതനെയാണ് ഇവർ കാണുന്നത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണു. നമ്മളതിന് പകരം എന്ത് പറയും? നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നും പള്ളി പോകുന്ന ആളല്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ കൂടെ കുമ്പസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താ എന്നെക്കാൾ മോശമായിട്ടുള്ള അപ്പുറത്ത് ജീവിക്കുന്നില്ലേ, ഇപ്പുറത്ത് ജീവിക്കുന്നില്ലേ, അവർക്കൊന്നും ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ മാത്രം എന്തുകൊണ്ട് ഈ മരണം, എൻ്റെ വീട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ തകർച്ച, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്? എൻ്റെ പറയുമ്പോൾ അത് പാപം കൊണ്ടായിരിക്കണം നിർബന്ധമില്ല, അത് അപ്പുറത്തെ ആളുകളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വന്നതുമല്ല. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ഇതിൻ്റെ ആഴം, ഇതിൻ്റേതായ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ദാവീദും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ ഈ ഒരു തീരുമാനത്തിൽ ഇത്രമാത്രം വലിയൊരു പ്രഹരം ഇദ്ദേഹത്തിന് മേൽ വന്നു വീഴാനുള്ള കാരണം മനസ്സിലാവുകയുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരവരുടെ ജീവിതത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ് ചെയ്ത കാര്യം, അവൻ സാഷ്ടാംഗം വീണു. ഹോസിയ പ്രവചനത്തിൽ 7 അധ്യായത്തിൽ 14 തിരുലിഖിതം, ഈ ഒരു ആത്മീയ പരിജ്ഞാനം ഇല്ലാതെ, ഒരു പ്രാർത്ഥനയില്ലാതെ, ധ്യാനം ഇല്ലാതെ, ആത്മാവിൻ്റെ ഒരു വെളിച്ചമില്ലാതിരിക്കുന്ന മനുഷ്യന്മാർ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സമയത്ത് അവർ ചെയ്യണത് അയ്യോ പത്തോ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് കരയും, മറ്റുള്ളവർ മുമ്പിൽ പോയിരുന്ന് കരയും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കും. 7:14 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹോസിയ 7:14. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട്, ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. ദൈവം അനുവദിക്കുന്നത് സഹിക്കുക. അത് സഹിച്ച് അവിടെ നിൽക്കണം. ചിലപ്പോൾ 1 വർഷമായിരിക്കും, ചിലപ്പോൾ 3 വർഷമായിരിക്കും, ചിലപ്പോൾ 7 വർഷമായിരിക്കും. അതിനൊരു കാലഘട്ടമുണ്ട്, അതിനൊരു സമയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ആളുകൾ, ആത്മീയ ജ്ഞാനമുള്ളവർ പറയണത്, അവൻ്റെ കഷ്ടകാലം തീർന്നിട്ടില്ല. അത് സിമ്പിളായിട്ടൊരു കഷ്ടകാലം തീർന്നില്ല, അവൻ്റെ സമയം ശരിയായിട്ടില്ല, സമയം ഇപ്പോഴും അവൻ്റെ സമയം മോശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ ചാക്കൊടുത്ത് ചാരം പൂശി എളിമപ്പെട്ട് നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴിയോട് നിരപ്പുള്ളതാക്കി മാറ്റണം, ദൈവത്തിൻ്റെ വഴികളോട് യോജിപ്പുള്ളതാക്കി മാറ്റണം. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാനുള്ള സമയമാണ്, എളിമപ്പെടാനുള്ള സമയമാണ്, വചനം കേൾക്കാനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ദൈവത്തെ തേടാനുള്ള സമയമാണ്. എവിടെ വെച്ചാണ് തെറ്റിപ്പോയെന്ന് കണ്ടെത്തി അതിനുവേണ്ടി മാപ്പ് അപേക്ഷിക്കാനുള്ള സമയമാണ്. മാപ്പ് അപേക്ഷിച്ചാലും ഒരു നിശ്ചിത കാലഘട്ടം ഒരു സഫറിങ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാം നിരപ്പാക്കിയാലും ഒരു കുറച്ച് കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടം നമ്മൾ സഹിക്കണം. എന്നാൽ ദൈവം നമ്മളെ വലിയ വിധത്തിൽ, ദാവീദിനൊക്കെ പിന്നീട് ഉയർത്തിയതിന് കണക്കിൽ ഒരുപാട് ദൈവം, പിന്നെ പറഞ്ഞ ദാവീദിനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 13 വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ മനസ്സിന്, ജസ്സയുടെ പുത്രനിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് പറയണത്. അത്രമാത്രം ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു ദാവീദ്. ദാവീദ് പോയിടത്തെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ ഒരു ഞെരുക്കമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിനാശത്തിൻ്റെ നാളുകൾ നമ്മൾ അസ്തമിക്കാനുള്ള കാലഘട്ടമല്ല. എൻ്റെ ജീവിതം എല്ലാം തീർന്നു, എൻ്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞു. ഒത്തിരി പേര് അവരുടെ വിഷമത്തിൽ പറയുന്നുണ്ട്, ബിസിനസ് ഇതുവരെ നല്ലതായിരുന്നു, എന്നാൽ കുറച്ച് കാലമായിട്ട് എല്ലാം തവിട് പൊടിയായി അച്ചോ. ഞാൻ ഓർക്കുന്നുണ്ട് വളരെ തകർന്നു പോയ പല ബിസിനസ്സുകാരെയും.
ഒരു 10 വർഷം അല്ലെങ്കിൽ 7 വർഷം 12 വർഷമൊക്കെ അവർ സഹിച്ച് അപ്പോഴെല്ലാം കർത്താവിന് മുമ്പിൽ മുട്ടുമേ നിന്ന് കരഞ്ഞ് നിലവിളിച്ചു. പിന്നീട് ദൈവം അവരെ അത്ഭുതകരമായി പണ്ടത്തേനേക്കാൾ 10 മടങ്ങായി അനുഗ്രഹിച്ച് ഉയർത്തിയ അനേകം കുടുംബങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നാൽ നിശ്ചിത കാലം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ സഹനം അവിടെ ഉണ്ടായിരിക്കും. ആ സഹനത്തിൽ നിന്ന് സഹിക്കുകയും നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അത് കഴിഞ്ഞ് ഒരു നല്ല പ്രഭാതമുണ്ട്. അത് കഴിഞ്ഞ് നല്ല ഒരു കാലഘട്ടമുണ്ട്, ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് 57 സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന വലിയൊരു ദൈവിക രഹസ്യം. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ നിരാശപ്പെട്ടില്ല, ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല, ഞാൻ ചാടി അതും ഇതും ചെയ്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്തില്ല, ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിച്ചില്ല, ഞാൻ മറ്റുള്ളവർക്കെതിരെ പ്രതികാരദാഹിയായി ഞാൻ വെറുപ്പോടും കൈപ്പോടും കൂടി ഇരുന്നില്ല. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോയി, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഇരുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ പോയിരുന്നു. ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 110-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, ചിറകിൻ്റെ കീഴിൽ വന്നിരിക്കുക, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥനയിലിരിക്കുക, നമ്മൾ വചനം കേൾക്കാൻ പോവുക, ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. ആ കാലത്ത് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് സഹിക്കണം. സഹിക്കാനുള്ള ശക്തി ഇവിടുന്ന് കിട്ടും. ലോങ് പേഷ്യൻസ്, ദീർഘക്ഷമ, സഹനശീലം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകും. ജീവിതത്തിൻ്റെ പാഠങ്ങൾ അവിടുന്ന് പഠിപ്പിക്കും. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ സമയം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നാളുകളിൽ അസ്തമിക്കാതെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ പോയിരിക്കാൻ ഒരു അനോയിൻറ്റിങ് കർത്താവ് ഇന്ന് അനേക കുടുംബങ്ങളിലേക്ക് വർഷിക്കുകയാണ്. അനേകം മക്കളുടെ ജീവിതത്തിൽ ഒരു യുഗം കഴിഞ്ഞ് അടുത്ത യുഗത്തിന് വേണ്ടി കർത്താവിൻ്റെ പ്രിപ്പറേഷൻ, ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ ആരാധനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാം അധ്യായം 17-ാം തിരുലിഖിതം, ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ കഴിയുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മുടെ നടപടിക്രമങ്ങൾ, നമ്മുടെ നടപ്പും ഇരിപ്പും അത് അവിടുത്തെ തിരുമുമ്പിൽ അവിടുത്തെ ആഗ്രഹങ്ങൾക്കും അവിടുത്തെ ചിന്തകൾക്കും നിരപ്പുള്ളതാകാൻ, യോജിച്ച് പോകുന്നതാകാൻ, അവിടുത്തെ ഇഷ്ടത്തിന് ചേർന്നതാകാൻ ഞാനും നിങ്ങളെ സാധിക്കുന്നത് പോലെ പരിശ്രമിക്കണം. അറിവില്ലായ്മയെയും അജ്ഞതയെയും കർത്താവ് കണക്കെടുക്കുന്നില്ല. എന്നാൽ അഹങ്കാരം തുടങ്ങുമ്പോൾ ഹൃദയം സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. ഈ സമയം പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവിനോട് ഒന്നേ പറയാനുള്ളൂ: ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കും, ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടും, ഞാൻ അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കും. അങ്ങയുടെ വലതുവശത്തിരുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിനാശന നാളുകളിൽ ഞാൻ നിരാശപ്പെടാതെയും തകർന്നു പോകാതെയും അസ്തമിച്ചു പോകാതെയും നശിച്ചു പോകാതെയും ഞാൻ അങ്ങയോട് ചേർന്നിരിക്കും. കർത്താവേ, ഇതിന് ശേഷം, ഈ തകർച്ചയ്ക്ക് ശേഷം, ഈ കഷ്ടകാലത്തിന് ശേഷം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിതിനേക്കാൾ പുത്തനായൊരു ഭാവിയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ, അടിയനിതാ യേശുവേ, അടിയനിതാ
വിളിക്കുന്നു കർത്താവേ. യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോയെ ഉച്ചത്തിൽ വിളിക്കുക. യേശുവേ, 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 യേശുവേ. എന്റെ അന്ധകാരം മാറ്റണമേ, അഹങ്കാരം എടുത്തു മാറ്റണമേ, അഹന്ത എടുത്തു മാറ്റണമേ, കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. Great.